ചേച്ചിയുടെ എല്ലാ കഥയും സൂപ്പറാ. പുതിയ കഥ പറയണം. അപ്പൊ ഞാൻ മുറിയിലേക്ക് ചെല്ലട്ടെ. അമ്മ അമ്മ കുറച്ചു നേരം കൂടി നിക്ക്. ഓവറാ. എന്താ? അല്ല, കുറച്ച് ഓവറാണ്. അതുകൊണ്ട് ഞാനിനി ഇടപെട്ടാലേ ശരിയാവത്തുള്ളൂ. അമ്മയുടെ അടുത്തൊന്ന് മാറി നിന്നപ്പോ ചേച്ചിക്ക് അറ്റാച്ച്മെന്റ് കൂടി. അതാ ഞാൻ ചെന്നീ വേഷമൊക്കെ മാറിയിട്ട് വരട്ടെ. ചേച്ചി എവിടെ ഇരിക്ക? എന്താ അപ്പു? ചേച്ചിയെ വിഷമിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ചേച്ചി എന്തെങ്കിലും പറഞ്ഞിട്ട് ഞാനത് അനുസരിക്കാതിരുന്നിട്ടുണ്ടോ? ഇല്ല. ബാക്കി ലോകത്ത് ആരെക്കാളും ഞാൻ ചേച്ചിയല്ലേ ഇഷ്ടപ്പെട്ടത്? അതെ. ചേച്ചി പറഞ്ഞത് എന്തെങ്കിലും ഞാൻ അനുസരിക്കാതിരുന്നിട്ടുണ്ടോ? ഇല്ല പൂ, നീ കാര്യം പറ. ചേച്ചി ഇന്ന് എന്താ എന്നോടൊന്നും മിണ്ടാത്തെ? എന്നെ നോക്കി ചിരിക്കാത്ത എന്താ? എനിക്ക് എത്ര വിഷമം വന്നോന്നറിയാമോ? വേറെ ആരെന്നോട് സംസാരിച്ചില്ലെങ്കിലും എനിക്ക് വലിയ സങ്കടം തോന്നില്ല. പക്ഷേ ചേച്ചി സംസാരിക്കാതിരുന്നപ്പോ കാറിൽ നിന്ന് പുറത്ത് ചാടാനാ തോന്നിയത്. പോട്ടെ പൂ, ഇനിയിപ്പോ നമ്മള് ഇഷ്ടം പോലെ സംസാരിക്കാൻ പോവല്ലേ. എന്നാലും എനിക്ക് വലിയ വിഷമം തോന്നി. സാരമില്ല പൂ. ചേച്ചി എന്താ ഇങ്ങനെ? എനിക്കൊരു വിഷമം വന്നു എന്നറിഞ്ഞ ചേച്ചി എന്തൊക്കെ പറയുമായിരുന്നു. എന്റെ അടുത്തിരുന്ന് ഒരുപാട് സംസാരിച്ച് പ്രയാസം മാറ്റുമായിരുന്നു. ഇപ്പൊ സാരമില്ലെന്ന് മാത്രം. നീ വിഷമിക്കാതെ. ചേച്ചി ക്യാമ്പൊക്കെ കഴിഞ്ഞു എന്നുള്ള ക്ഷീണം കൊണ്ടാ കേട്ടോ. സത്യാണല്ലോ അല്ലേ? പിന്നെ സത്യം. നീ ചേച്ചിയുടെ അപ്പുക്കുട്ടനല്ലേ? ആ, ഞാനേ അമ്മയൊന്ന് നോക്കിട്ട് വരട്ടെ. പോട്ടെ. ജീവസാറെ, ചേച്ചിക്ക് എന്തു പറ്റിയതാ? എന്നോടെന്താ ചേച്ചി ഇഷ്ടം കാണിക്കാത്തെ? പഴയ സ്നേഹമൊക്കെ ചേച്ചി മറന്നു പോയോ? അതോ ചേച്ചിക്ക് എന്തെങ്കിലും പറ്റിയോ? ജീവസാറെ, സാറ് ചേച്ചിയുടെ മനസ്സ് മാറ്റണം. സാറ് പറഞ്ഞാലേ ചേച്ചി കേക്കൂ. ചേച്ചിയുടെ മനസ്സൊന്ന് മാറ്റണം പ്ലീസ് ജീവസാറെ. ആ ഷിജു, നാളെ വരുമ്പോ ഫയൽ ചെയ്യാൻ പാകത്തിന് ഒക്കെ തയ്യാറാക്കി വെച്ചേക്കണം. ഏയ് വേണ്ട വേണ്ട, മെയിൽ ചെയ്യണ്ട. ഇന്നിപ്പോ വീട്ടുകാര്യങ്ങളുമായിട്ട് കുറച്ച് തിരക്കില്ല. ആ ഓക്കെ ഓക്കെ, ശരി. എത്ര സുന്ദരിയാണ് എന്റെ അമ്മ. എന്തിനായിരിക്കും അച്ഛനും അമ്മയും പിരിഞ്ഞു താമസിക്കുന്നത്? ഹലോ,
എന്തു പറ്റി? അപ്പുവിന്റെ അടുത്തു നീങ്ങി പോന്നോ? എനിക്ക് അമ്മയെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ തോന്നി. ആണോ? അത് കൊള്ളാമല്ലോ. അമ്മയ്ക്കുള്ള സാരിയൊക്കെ ഞാൻ സെലക്ട് ചെയ്യാം. അമ്മയ്ക്കുള്ള സാരിയൊക്കെ ഒന്ന് നോക്കിയിട്ട് ഞാൻ കുറെ സെലക്ട് ചെയ്യുന്നുണ്ട്. അമ്മയ്ക്കുള്ള സാരി ഏതൊക്കെയാണെന്ന് നിനക്ക് അറിഞ്ഞൂടെ? അറിയാം, എന്നാലും ഈ സ്റ്റഫ് ഇതേത് സാരി? അല്പം പഴകിയതല്ലേ? നിനക്കറിഞ്ഞൂടേത്? പഴകിയതാ, പക്ഷെ പുതിയതുപോലെ സൂക്ഷിക്കുന്നുണ്ടമ്മ. ഇനിയും ഓടും കുറെ വർഷങ്ങൾ കൂടി. അമ്മ കുറച്ചുകൂടി മോഡേൺ ആയിക്കൂടെ? ചുരിദാറ്, ജീൻസ്, ടീഷർട്ട്. അടിപൊളി. ഞാൻ ജീൻസും ടീഷർട്ടും ഒക്കെ ഇടാനോ? ഒന്ന് ആലോചിച്ച് നോക്കട്ടെ, ഞാൻ ജീൻസ് ഇട്ടാലുള്ള കോല എങ്ങനെയായിരിക്കുമെന്ന്. അമ്മയെ നോക്കി ആൾക്കാരൊക്കെ ചിരിക്കണം എന്നാണല്ലേ? അമ്മയ്ക്ക് മോഡേൺ ഡ്രസ് നന്നായിട്ട് ചേരും. നല്ല രസമായിരിക്കും. മോളെ, നിനക്ക് എന്തു പറ്റി? എന്ത് പറഞ്ഞാലും ശരി, കുറെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് സത്യം. അല്ലമ്മ, ഒരുപാട് കുട്ടികളുടെ അമ്മമാരൊക്കെ അവിടെ വന്നു. അവരൊക്കെ മോഡേൺ രീതിയിലൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ വെറുതെ ഒന്ന് ആലോചിച്ചു, അമ്മയും അങ്ങനെയൊക്കെ ആയിരുന്നെങ്കി കൊള്ളാലോ. ഓ അങ്ങനെ. എന്തായാലും മോളെ, എത്രയൊക്കെ ക്യാമ്പിൽ പോയാലും ഏതൊക്കെ മോഡേൺ സിറ്റിയിൽ പോയാലും അടിസ്ഥാന സ്വഭാവം നമ്മൾ ഒരിക്കലും മാറ്റരുത് കേട്ടോ. അതാണ് നമ്മുടെ ഐഡന്റിറ്റി. മോള് ഒരുപാട് കാഴ്ചപ്പാടുകളുള്ള കുട്ടിയാ. മോളുടെ നല്ല നല്ല ആശയങ്ങൾ കേട്ട് അമ്മ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. മന്ത്രിയാവണം, കൃഷിത്തോട്ടം ഉണ്ടാക്കണം, ലളിതമായി ജീവിക്കണം, പാവങ്ങളെ സഹായിക്കണം, അങ്ങനെയൊക്കെ. ആ മോള് പെട്ടെന്ന് ബർഗർ കഴിക്കുന്നു, ഇംഗ്ലീഷ് സോങ് പാടുന്നു, അമ്മ മോഡേൺ ആവണമെന്ന് പറയുന്നു. അപ്പൊ അത് കേൾക്കുമ്പോ ഒരു പ്രയാസമൊക്കെ തോന്നും. അങ്ങനെ ബർഗറും ഇംഗ്ലീഷ് പാട്ടും മോഡേൺ ആവുന്നതും ഒന്നും മോശമാണെന്നുള്ള അർത്ഥത്തിലല്ല അമ്മ പറയുന്നേ. മോളുടെ അടിസ്ഥാന സ്വഭാവങ്ങൾ, അതും നല്ല സ്വഭാവങ്ങൾ, പെട്ടെന്ന് മാറ്റണ്ടെന്നുള്ള അർത്ഥത്തിലാ. അമ്മ പറയുന്നത് എനിക്ക് മനസ്സിലായമ്മേ. കുറച്ചു ദിവസം കാണാതിരുന്ന അമ്മയെ കണ്ടപ്പോ എനിക്ക് വല്ലാതെ ഇഷ്ടം കൂടിപ്പോയി. അമ്മയെ പിടിച്ച് അമ്മയുടെ അടുത്ത് തന്നെ ഇരിക്കാൻ തോന്നുന്നു. അതിനെന്താ, വാ അമ്മയുടെ അടുത്തിരിക്കാം. കാറിലിരുന്നപ്പോ പറഞ്ഞതുപോലെ മക്കൾ അമ്മയുടെ കൂടെ തന്നെ ഇരിക്കാൻ ആഗ്രഹിക്കുക. അതിൽ കൂടുതൽ ഭാഗ്യം അമ്മയ്ക്ക് എന്താ വേണ്ടേ? ഞാൻ അമ്മയുടെ മടിയിൽ കിടന്നോട്ടെ? അതിനെന്താ, വാ.
എന്താ അമ്മ? അമ്മ എന്തിനാ കരയുന്നത്? ഏയ് ഒന്നുമില്ല മോളെ, കണ്ണിലൊരു പൊടി പോയി. അല്ല, അമ്മ കരയുന്നത് തന്നെയാ. എന്താ അമ്മ കാര്യം? ഒന്നുമില്ല മോളെ, മോൾക്ക് അമ്മയോടുള്ള സ്നേഹം ആലോചിച്ചപ്പോ കരച്ചില് വന്നു. സന്തോഷമുള്ള കരച്ചില്. സന്തോഷം കൊണ്ട് എനിക്കും കരച്ചില് വരുന്നു അമ്മ. ജീവസാറേ, കണ്ടില്ലേ, ചേച്ചി അമ്മയുടെ അടുത്ത് പോയിട്ട് ഇത്രയും നേരമായിട്ടും വന്നിട്ടില്ല. ചേച്ചിക്ക് ഇപ്പൊ എന്നെ വേണ്ട. ചേച്ചി എന്നെ മറന്നു തോന്നുന്നേ. സാറേ, ചേച്ചിയുടെ മനസ്സൊന്ന് മാറ്റണം. ചേച്ചി ഒരുപാട് മാറിപ്പോയി. ചേച്ചിയുടെ മനസ്സിൽ സാറ് കേറിയിട്ട് അപ്പോന്ന് സ്നേഹിക്കാൻ പറയണം, പ്ലീസ്. ചേച്ചിയില്ലാതെ എനിക്ക് വേറെ ആരും കൂട്ടില്ല സാറേ. ഞാനൊരു പാവമല്ലേ സാറേ? എന്നെ സഹായിക്കില്ലേ പ്ലീസ്? അപ്പു, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ഇവിടുന്ന് പോകുന്നു. ഞങ്ങളുടെ അല്ലല്ല നമ്മുടെ വീട്ടിലേക്ക്. പിന്നെ നിന്നെ കാണാൻ ആഗ്രഹമുള്ളവര് അവിടെ വരണം. അങ്ങ് ചെന്നൈയില്. അവിടെ നിന്റെ ജീവിതം ഒന്നേന്ന് തുടങ്ങും. ഒരു പുതിയ തുടക്കം. ഹലോ. ഹലോ സാർ, ഞാൻ ബോണിയാണ്. ഞാനും ടീമും റെഡിയാണ്. എപ്പോ എവിടെ എത്തണമെന്ന് പറഞ്ഞാൽ മതി, അവിടെ ഞങ്ങൾ എത്തും. നിങ്ങള് റെഡിയായിട്ട് നിന്നോ. ഏത് നിമിഷവും നിങ്ങളുടെ ആവശ്യം വേണ്ടി വന്നേക്കാം. അതല്ല, ടെൻഷനൊന്നും ഇല്ലാതെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നതെങ്കിൽ ഞാൻ അറിയിക്കാം. ഏതായാലും ഞാൻ പറയുന്നത് വരെ സിറ്റി വിട്ടു പോണ്ട. ഓക്കെ സാർ, ഓക്കെ. 2 ദിവസത്തിനകം ഒരു മീറ്റിംഗ് ഉണ്ട്. അതില് കാര്യങ്ങൾ ഏതാണ്ടൊക്കെ വ്യക്തമാവും. ഓക്കെ സാർ, ശരി. ഓക്കെ. മോനെ, കാര്യങ്ങൾ ബഹളത്തിലേക്ക് കൊണ്ടുപോവാൻ എനിക്ക് തീരെ താല്പര്യമില്ല. പക്ഷേ നിന്നെ കിട്ടാൻ ഒരു ബഹളം കൂടിയേ തീരുമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള സകല ഒരുക്കങ്ങളും തയ്യാറായി കഴിഞ്ഞു. നീ ഞങ്ങളുടെ സ്വത്താണ്. അതുകൊണ്ട് നിന്നെ ഭീഷണിപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല. എന്നാലും പറയുകയാണ്, നിന്നെ ഞങ്ങളിൽ നിന്ന് അകറ്റി നിർത്താൻ ആർക്കും സാധിക്കില്ല. ഒരു രക്ഷകനും വന്ന് ഇനി നിന്നെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോവില്ല.
മോളെ റെഡിയായില്ലേ? ദാ വരുന്നച്ചാ. ഈ ഡ്രസ് ഇട്ട് ഞാൻ എങ്ങനെ നടക്കും? ശ്വാസം മുട്ടുന്നു. ഇതുമായിട്ട് എങ്ങനെ നടക്കുന്നു? ഹലോ. ആ ഹലോ മിസ്റ്റർ ജീവ, ബുദ്ധിമുട്ടിക്കുന്നതിൽ ക്ഷമിക്കണം. ഞാനൊരു സജഷൻ ചോദിക്കാൻ വേണ്ടിയാ ഇപ്പൊ വിളിച്ചത്. 2 ദിവസം കൂടി നിങ്ങൾ തിരക്കിലാണെന്ന് പറഞ്ഞല്ലോ. അതിനിടയ്ക്ക് ഞാൻ അങ്ങോട്ട് വന്നാലോ? എങ്ങോട്ട്? നിങ്ങളുടെ വീട്ടിലേക്ക്. അവിടെ ഇരുന്ന് നമുക്ക് സംസാരിക്കാം. സോറി, അത് വേണ്ട. ഇവിടെ ഒരു പ്രൈവസി ഉണ്ടാവില്ല. അല്ല ജീവ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങോട്ട് വരാം. നിങ്ങൾ ചുമ്മാ മനുഷ്യന്റെ BP കൂട്ടാതെ. അച്ഛനാരോടെ ചൂടായി സംസാരിക്കുന്നത്? നിങ്ങളുടെ ശബ്ദം ഉയരുകയാണല്ലോ ജീവ. അതെന്താ? ഞാൻ ഇതുവരെ ഫ്രണ്ട്ലി ആയിട്ടല്ലേ നിങ്ങളോട് സംസാരിച്ചത്? ഇത് കാവ്യയുടെ ഇഷ്യൂ ആണ്. കാവ്യയുടെ ഇഷ്യൂ ആയതുകൊണ്ട് ഞാൻ ഇതുവരെ സോഫ്റ്റ് ആയിട്ട് സംസാരിച്ചത്. കാവ്യയുമായി നിങ്ങൾക്ക് എന്താ പ്രശ്നം? കാവ്യ എന്ന് പറയുമ്പോ നിങ്ങളുടെ ടോൺ മാറുകയാണല്ലോ. നിങ്ങൾ തമ്മിൽ പിരിഞ്ഞു താമസിക്കുകയാണെന്ന് എനിക്കറിയാം. ആര് പറഞ്ഞു ഞങ്ങൾ പിരിഞ്ഞു താമസിക്കുകയാണെന്ന്? ഞങ്ങൾ പിരിഞ്ഞിട്ടൊന്നുമില്ല. 2 വീടുകളിൽ താമസിക്കുകയാണെന്ന് വെച്ച് പിരിഞ്ഞു താമസിക്കുകയാണെന്ന് കരുതണ്ട. കാവ്യക്കൊരു ഇഷ്യൂ ഉണ്ടായാൽ ഞാനങ്ങ് എത്തും. നിങ്ങൾ വെറുതെ എഴുതാപ്പുറം വായിക്കുകയാണ് ജീവ. ഞാനൊരു മത്സരത്തിന് വന്നതല്ല. എന്തെങ്കിലും തട്ടിയെടുക്കാനല്ല ഞാൻ വന്നിട്ടുള്ളത്. അവകാശം ചോദിച്ചു വാങ്ങാനാ. അതിനെക്കുറിച്ചൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ? ഒരു മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഇരുന്ന് നമുക്ക് സംസാരിക്കാം. അതിനു വേണ്ടിയാ. ഓക്കെ, ഞാൻ അങ്ങോട്ട് വരുന്നില്ല. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇങ്ങോട്ട് വരണം. ഞാൻ പറഞ്ഞില്ലേ, 2 ദിവസത്തിനുള്ളിൽ വരാം. ഹലോ ഹലോ ഹലോ. ശരി.
അച്ഛാ, എന്താ അച്ഛൻ വിഷമിച്ചിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല മോളെ. ഫോണിൽ ആരോടാ അച്ഛൻ ദേഷ്യത്തിൽ സംസാരിച്ച്? ഏയ് ഒന്നുമില്ല മോളെ. അച്ഛൻ വിഷമിക്കുന്നത് കാണുമ്പോ എനിക്കും സങ്കടം വരും. മോള് വിഷമിക്കണ്ട, ഒന്നുമില്ല. ഒരാളോട് ഒന്ന് ചൂടാൻ വേണ്ടി വന്നു. സന്തോഷമായിട്ടിരിക്കുമ്പോ എന്തെങ്കിലും ഇതുപോലെ ഉണ്ടായ അച്ഛന് ടെൻഷൻ വരും. മോക്കറിയാലോ. അച്ഛൻ വിഷമിക്കണ്ട, ഞാനുണ്ട് അച്ഛന്റെ കൂടെ. അതെനിക്കറിയാലോ. ഒരു സിനിമ താഴെ വീഴാതെ രക്ഷിച്ചെടുത്തത് മോളല്ലേ. എനിക്കറിയാം, എനിക്ക് എന്ത് സംഭവിച്ചാലും മോള് കൂടെ ഉണ്ടാവുമെന്ന്. അച്ഛന്റെ ധൈര്യവും അതാ.